സോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കഴിഞ്ഞൊരു ദിവസം നമ്മൾ 18th സെഞ്ചുറിയിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു, ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദിസ് മുഗൾ എംപയർ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കണ്ടായില്ലേ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മാപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ നല്ല രീതിയിൽ ഒന്ന് ബേസ് ഉറപ്പിച്ചു വെക്കുക. കാരണം ഈ ഒരു സെഷനിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പുകളെ, ഇന്ത്യയെ 18ാം നൂറ്റാണ്ടിൽ നമുക്ക് പൊളിറ്റിക്കലി ഫ്രാഗ്മെന്റഡ് ആയിട്ട് പൊട്ടി പീസായിട്ട് പല പീസുകളായിട്ട് കാണാൻ വേണ്ടി പറ്റും. ബംഗാളിൽ എന്ത് സംഭവിച്ചു, അവധ്, ഹൈദരാബാദ്, കർണാട്ടിക്, മൈസൂർ, മറാത്ത, സിന്ധ്, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രദേശങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ബ്രിട്ടീഷുകാർ പതിയെ അവരുടെ ഒരു സാമ്രാജ്യമാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് ദ കർണാട്ടിക് വാർസ്. കർണാട്ടിക് വാർസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ മുമ്പ് പറയുകയുണ്ടായി അല്ലെ. കർണാട്ടിക് വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാപ്പ് എടുത്ത് വരക്കുവാണെന്നുണ്ടെങ്കിൽ വാട്ട് വി കൻ സി, സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് കർണാട്ടിക് എന്ന് പറയുന്നത് അല്ലെ. സൗത്ത് ഇന്ത്യയിലെ ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ കർണാട്ടിക് എന്ന് വിളിക്കുന്നത്. ഈ കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശത്തില് മദ്രാസിൽ ആരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അതേ സമയത്ത് വി ഹാവ് ദിസ് പീപ്പിൾ, ഫ്രഞ്ച് പീപ്പിൾ ഇൻ ദിസ് പോണ്ടിച്ചേരി റീജിയൻ. അപ്പൊ അവർ തമ്മിൽ സൗത്ത് ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരുടെ കയ്യിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആംഗ്ലോ ഫ്രഞ്ച് വാറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കർണാട്ടിക് വാർസ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും സൗത്ത് ഇന്ത്യ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഏതാനും ചില യുദ്ധങ്ങളെയാണ് കർണാട്ടിക് വാർസ് വിളിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആദ്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, അതേ സമയത്ത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, ഇതിന്റെ പീരിയഡ് 1746 മുതൽ 1863 വരെയുള്ള സമയത്ത്, 1746 മുതൽ 1763 വരെയുള്ള ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ദർ ആർ ടോട്ടലി 3 കർണാട്ടിക് വാർസ്. 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട്. നമുക്ക് ആ 3 കർണാട്ടിക് യുദ്ധങ്ങളുടെ പീരിയഡ്, കാരണം, അതിന്റെ ലീഡേഴ്സ് ആൻഡ് ഇവന്റ്സ് ആൻഡ് മെയിൻലി റിസൾട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ പറയാൻ പോകുന്ന പോലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് കർണാട്ടിക് വാർ നമ്മൾ പറഞ്ഞ പോലെ 1746 തന്നെയാണ് നടക്കുന്നത്, 1746. ഓക്കെ, അത് 2 വർഷം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ, 1746 മുതൽ 48 വരെയുള്ള ഒരു പീരീഡിൽ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കർണാട്ടിക് വാർ. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇവിടെ അങ്ങ് നടക്കുന്ന ഒരു കാര്യമല്ല. യൂറോപ്പില് ഈ ബ്രിട്ടീഷുകാർ തമ്മിൽ ഏതാനും ചില കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. അങ്ങനെ ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ അടുത്തൊരു രാജാവ് ആരാകണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആര് ഇടപെടുന്നുണ്ട്, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇടപെടുന്നുണ്ട്. അപ്പൊ അവര് യൂറോപ്പിൽ 1740-കളിൽ നടക്കുന്നുണ്ടായിരുന്ന ഒരു ഓസ്ട്രിയൻ സസഷൻ വാർ എന്ന് പറയുന്ന, ഓസ്ട്രിയയിലെ ഭരണാധികാരി ആരാകണം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പകർച്ച എവിടെയും കണ്ടു, അവരുടെ കോളനി ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലും കണ്ടു എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, ഓസ്ട്രിയൻ സസഷൻ വാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ 1ാമത്തെ കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. അപ്പൊ അവിടെ യൂറോപ്പിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരിവിടെ അടികൂടാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുദ്ധം നടക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ബാറ്റിൽ ഓഫ് അഡയാർ ഓർ സെൻതോം. അതായത് മദ്രാസിലെ അടയാറിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. ഒരു ഡയറക്റ്റ് ബാറ്റിൽ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ബാറ്റിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1746. ഇതില് ഫ്രഞ്ചുകാരുടെ മിലിറ്ററി കമാൻഡർ ആയിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആര്, ഡൂപ്ലെ എന്ന് പറയുന്ന ഇദ്ദേഹം. സോ ഡൂപ്ലെ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫ്രഞ്ച് മിലിറ്ററി കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ കർണാട്ടിക് വാറിൽ യഥാർത്ഥത്തിൽ വിജയം ഫ്രഞ്ചുകാർക്കാണ്. ഇംഗ്ലീഷുകാരുടെ ലീഡർ ആയിരുന്നു സ്ട്രിഞ്ച് ലോറൻസ് എന്ന് പറയുന്ന ആള്, സ്ട്രിഞ്ച് ലോറൻസ്, ഇംഗ്ലീഷുകാരനായിട്ടുള്ള. സോ ലീഡർഷിപ്പ് ആയിട്ട് നമുക്ക് ഡൂപ്ലെ ഉണ്ട്. അതേസമയത്ത് ഇംഗ്ലീഷിന്റെ മദ്രാസിലെ ഒരു ലീഡർ ആയിട്ട് ആരുണ്ട്, സ്ട്രിഞ്ചർ ലോറൻസ് ഉണ്ട്. ഫൈനലി 1748 യുദ്ധം അവസാനിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, 1748 അവസാനിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അവസാനിക്കുന്ന ട്രീറ്റി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ട്രീറ്റി ഓഫ് ഐല ഷാപ്പലെ. നിങ്ങൾ ഐസ്ല ചാപ്പൽ എന്ന് പറയാൻ നിൽക്കണ്ട, ഐല ഷാപ്പലെ വളരെ സിമ്പിൾ ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഐല ഷാപ്പലെ എന്ന് പറയുന്ന ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. അതോടുകൂടെ 1ാമത്തെ കർണാട്ടിക് യുദ്ധം താൽക്കാലികമായിട്ട് അവർ അവസാനിപ്പിച്ചു. എന്നിട്ട് മദ്രാസുകാർക്ക്, ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുത്തു. പകരം നോർത്ത് അമേരിക്കയിലെ കേപ്പ് ബ്രിസ്റ്റൺ എന്ന് പറയുന്ന ഒരു പ്രദേശം വിജയിച്ചിട്ടുണ്ടായിരുന്ന ഫ്രഞ്ചുകാർക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്തു. പോണ്ടിച്ചേരിയിൽ ഓൾറെഡി ആരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്. മദ്രാസ് ഈ ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെട്ടിരുന്നു, അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് പകരമായിക്കൊണ്ട് ഫ്രഞ്ചിന് നോർത്ത് അമേരിക്കയിലെ മറ്റൊരു കോളനി എന്തെയാണ്, കേപ്പ് ക്രിസ്റ്റൻ എന്ന് പറയുന്ന ഒരു കോളനി അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതാണ് 1ാമത്തെ കർണാട്ടിക് വാർ എന്നുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. 1746 മുതൽ 48 വരെ. അതിന്റെ റീസൺ യൂറോപ്പിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ആണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓസ്ട്രിയൻ സസഷൻ വാർ എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അടയാറിൽ വെച്ചൊരു യുദ്ധം നടക്കുന്നു. ഡൂപ്ലെ എന്ന് പറയുന്ന ഒരു മിലിറ്ററി കമാൻഡറുടെ പേര് എന്തായാലും പഠിച്ചു വെക്കണം. അദ്ദേഹമായിരുന്നു ഫ്രഞ്ച് കമാൻഡർ. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ വിജയിക്കുന്നത്. 1748 യുദ്ധം അവസാനിക്കുന്നു ബൈ ദ ട്രീറ്റി ഓഫ് ഐല ഷാപ്പലെ. അതിന്റെ അടിസ്ഥാനത്തിൽ മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെട്ടിരുന്നു, അത് തിരിച്ചു കൊടുക്കുന്നു. ഫ്രഞ്ചുകാർക്ക് വിജയത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, നോർത്ത് അമേരിക്കയിൽ ഒരു കോളനിയായിട്ട് കേപ്പ് ക്രിസ്റ്റൻ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ.
ഇനി രണ്ടാമത്തെ കർണാട്ടിക് വാർ നോക്കി 1749, ഒരു വർഷം പോലും തികച്ചു നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നോക്കി കുറച്ച് വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഏകദേശം 5 വർഷം എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാം കർണാട്ടിക് യുദ്ധം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം വിദേശത്തല്ല, അതിന്റെ കാര്യം ഇന്ത്യയിലെ ഏതാനും ചില ഡിസ്പ്യൂട്ട് ആണ്. നമ്മളിവിടെ മാപ്പ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഇവിടെ ആരുണ്ട്, ഈ കർണാട്ടിക് എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ട് അല്ലെ, സൗത്തിൽ കർണാട്ടിക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതേ സമയത്ത് അതിന് മുകളിലുണ്ടായിരുന്ന വലിയ പ്രദേശമാണത് ഹൈദരാബാദ്. ഈ രണ്ട് പ്രദേശങ്ങളിലെ അടുത്ത ഭരണാധികാരികൾ ആരാകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത്. സോ ഹൈദരാബാദ്, കർണാട്ടിക് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ അടുത്ത ഭരണാധികാരികൾ ആരായിരിക്കണം എന്നുള്ള ഒരു ഇന്റേണൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അവരുടെ ഇടയിലുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിൽ ആരിടപെടുകയാണ്, രണ്ട് വിദേശികളായിട്ടുണ്ടായിരുന്ന യൂറോപ്യൻസ്, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇടപെടുകയാണ്. അപ്പൊ ഡൂപ്ലയുടെ ഫ്രാൻസ്, അതായത് ഫ്രഞ്ചുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത് കർണാട്ടിക്കിലെ അവരെന്ത് ചെയ്തു, ചന്ദ സാഹിബിനെ സപ്പോർട്ട് ചെയ്തു. ചന്ദ സാഹിബ് എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേ സമയത്ത് ഹൈദരാബാദില് മുസാഫർ ജംഗിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുസാഫർ ജംഗ്. അപ്പോ ഈ റെഡ് കളർ നിങ്ങൾ എന്തിനു വിചാരിക്കുക, ഈ മുസാഫർ ജംഗും ചന്ദ സാഹിബും അത് ഫ്രഞ്ചിന്റെ ആൾക്കാരാണെന്ന് വിചാരിക്കുക. അത് ഫ്രഞ്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ രാജകുമാരന്മാരാണ്. അതേ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന നീല കളർ ഇംഗ്ലീഷുകാരുടേതാണ്. ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മുസാഫർ ജംഗിന് ശേഷം നാസിർ ജംഗ് എന്ന് പറയുന്ന ഒരാളാണ്, നാസിർ ജംഗ്. അപ്പൊ നാസിർ ജംഗിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിംപ്ലി വാട്ട് വി ക്യാൻ സീ, ദർ ഹാപ്പൻ സം കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഹൈദരാബാദ്, പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്സ് ഇൻ ഹൈദരാബാദ് ആൻഡ് കർണാട്ടിക്. അത് ആരൊക്കെ തമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഒരു സദസ്യനുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഒരു രാജാവിന് അടുത്ത രാജാവ് ആരാ വരുന്നത് എന്നുള്ളത്. അപ്പൊ അതിൽ ഡൂപ്ല ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇംഗ്ലീഷുകാരും മറ്റു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് 1954 ആകുന്ന സമയത്ത് യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആദ്യം ഫ്രഞ്ചുകാർ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിന്നെങ്കിലും പിന്നീട് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഈ ഡൂപ്ലനെ ഫ്രാൻസിലോട്ട് തിരിച്ചു പിടിക്കും. അങ്ങനെ ഗൊഡേഹു എന്ന് പറയുന്ന ആളേക്കാരും പിന്നീട് വരുന്നത്. ഈ സമയത്ത് ഇംഗ്ലീഷിന്റെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് ക്ലൈവ്. ഓക്കെ, സോ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ഒരാള് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ, പഠിച്ചു വെക്കണം റോബർട്ട് ക്ലൈവ്. അപ്പൊ രണ്ടാമത്തിൽ റോബർട്ട് ക്ലൈവ് വന്നു. അപ്പൊ ഈ രണ്ടാമത്തെ റോബർട്ട് ക്ലൈവ് വന്നതോട് കൂടി തന്നെ ഈ യുദ്ധം ഏകദേശം ഫേവറബിൾ ആയിരുന്ന ഇംഗ്ലീഷുകാർക്കാണ്. അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് ഫേവറബിൾ ആയി. അങ്ങനെ 1755 എന്ത് ചെയ്തു, യുദ്ധം അവസാനിക്കുന്ന ട്രീറ്റി സൈൻ ചെയ്തു. ദാറ്റ് ട്രീറ്റി ഈസ് കോൾഡ് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. ഇത് ബേസിക്കലി ഇംഗ്ലീഷുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന ട്രീറ്റി കൂടിയാണ്. കാരണം നമ്മൾ കർണാട്ടിക്കില് മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു ആൾക്കാരെയായിരുന്നു ആര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇംഗ്ലീഷുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മുഹമ്മദ് അലി എന്ത് ചെയ്തിട്ടുണ്ട്, കർണാട്ടിക്കിലെ നവാബായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഞാൻ ഒന്നുകൂടി ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദിസ് പോയിന്റ് ദാറ്റ് നമ്മൾ പറഞ്ഞു ഹൈദരാബാദ്, കർണാട്ടിക് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ആണ് എന്നുള്ളതും, ഹൈദരാബാദിൽ ഫ്രഞ്ചുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്ന മുസാഫർ ജംഗിനെയും ഇംഗ്ലീഷുകാർ നാസിർ ജംഗിനെയും. ഓക്കെ, ഈ നാസിർ ജംഗിനൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട് കേട്ടോ. ദെൻ കർണാട്ടിക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദ സാഹിബിനെ ഫ്രഞ്ചുകാർ സപ്പോർട്ട് ചെയ്തു. മുഹമ്മദ് അലി ആര് സപ്പോർട്ട് ചെയ്തു, ഇംഗ്ലീഷുകാർ സപ്പോർട്ട് ചെയ്തു. ഫൈനലി റോബർട്ട് ക്ലൈവ് വന്നതിന് ശേഷം ഇവർ യുദ്ധത്തിൽ വിജയിക്കും. 1855 ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. ട്രീറ്റികളുടെ പേര് പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെ യുദ്ധം നടന്നു. രണ്ടാമത്തിൽ ആർക്കാണ് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, ഇംഗ്ലീഷുകാർക്കാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യത്തിൽ ഫ്രഞ്ചുകാർക്ക് അഡ്വാൻറ്റേജ്, രണ്ടാമത്തിൽ ഇവർക്ക് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 1-2 കർണാട്ടിക് വാറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് കർണാട്ടിക് വാർ നടക്കുന്നത് 1856 മുതൽ 763 വരെയുള്ള പീരീഡിലാണ്. ഈ ഒരു സമയത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ റീസൺ ഇന്ത്യയുടെ അകത്തല്ല, ഇതിന്റെ റീസൺ പുറത്താണ്, യൂറോപ്പിൽ തന്നെയാണ്. ദാറ്റ് ഈസ് ദ 7 years വാർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ 7 വർഷത്തെ യുദ്ധം നടക്കുന്നുണ്ട്, 56 മുതൽ 63 വരെ. ഇതാരൊക്കെ തമ്മില, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഭയങ്കര ശത്രുക്കളായിരുന്നത്. ഒന്നാം ലോകമായുധം വരെ ഇവർ ഭയങ്കര ശത്രുക്കളായിരുന്നു. ഒന്നാം ലോകമായുധത്തിന്റെ സമയത്ത് ഇവർ രണ്ടുപേരും ഒരുമിപ്പിക്കുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ വളരെ രസകരമായിട്ടുള്ള ഇവന്റ് ആണ്. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, മൂന്നാമത്തെ കർണാട്ടിക് വാർ വീണ്ടും സൗത്ത് ഇന്ത്യയിൽ അത് വ്യാപിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നു. ദാറ്റ് വാസ് എ ഡിസിസീവ് വൺ, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള യുദ്ധമായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. സംതിങ് വാസ് വാഷ്ഡ് അവേ എന്ന് വിചാരിച്ചാൽ എന്തോന്ന് ഇവിടുന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ യുദ്ധത്തില് ഇംഗ്ലീഷിന്റെ കമാൻഡർ സർ ഐർകുഡ്. റോബർട്ട് ക്ലൈവ് അവിടെ നിന്ന് പിന്നെ ബംഗാളിലോട്ട് പോകുന്നുണ്ട്. കാരണം നമ്മൾ അടുത്ത ടോപ്പിക്ക് ബംഗാളിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി റോബർട്ട് ക്ലൈവ് ഇടയ്ക്ക് പോകുന്നുണ്ട്. പിന്നീട് ഇംഗ്ലീഷ് കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന ആളാണ് ആര്, സർ ഐർകുഡ്. ഫ്രഞ്ചുകാരുടേതാണ് ലാലി, കൗണ്ടി ലാലി എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പൊ ഇവരുടെ ലീഡർഷിപ്പിലാണ് നടക്കുന്നത്. അങ്ങനെ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് നടന്നു. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി വെക്കുക.
അങ്ങനെ യുദ്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫൈനലി 1763 ഈ 7 ഇയേഴ്സ് വാർ ഇൻ യൂറോപ്പ് അത് അവസാനിക്കുകയാണ് ബൈ ദ ട്രീറ്റി ഓഫ് പാരീസ്. പാരീസിൽ വെച്ചിട്ടുള്ള ട്രീറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കോളനിയിൽ എങ്ങനെയായിരിക്കും എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. മാഹി, ജിഞ്ചി എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം അത് ഫ്രഞ്ചുകാരുടേതായിരുന്നു. അതൊക്കെ ഇംഗ്ലീഷിന് ലഭിക്കുന്നുണ്ട്. മാഹി, ജിഞ്ചി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ഇംഗ്ലീഷുകാർക്ക് ലഭിക്കുന്നുണ്ട്. മാഹി നമ്മുടെ കണ്ണൂരിലെ മാഹി. ഓക്കെ. ദെൻ അതേ സമയത്ത് ചന്ദർനാഗോർ അതുപോലെ പോണ്ടിച്ചേരി തുടങ്ങിയിട്ടുള്ള ഫ്രാൻസിന് തിരികെ ലഭിക്കുകയും ചെയ്തു. ഇനി മുതൽ എന്താണ് ഫ്രഞ്ചുകാര് പോണ്ടിച്ചേരിയിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഫ്രഞ്ചുകാരെ ഇന്ത്യയിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രഞ്ചുകാരെ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റില്ല. പോണ്ടിച്ചേരി മാത്രമേ കേൾക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം അവരുടെ സ്ഥാനം പോയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി പോണ്ടിച്ചേരിയിൽ മാത്രമായിട്ട് ആരും ഒതുങ്ങുന്നു. ഈ ഫ്രഞ്ചുകാർ ഒതുങ്ങുന്ന ഒരു യുദ്ധം കൂടിയായിരുന്നുണ്ട് കർണാട്ടിക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അങ്ങനെയാണ് കർണാട്ടിക്കിന്റെ ഒരു കേസ് വരുന്നത്. അപ്പൊ കർണാട്ടിക് വാർ ആണ് ഇംഗ്ലീഷുകാരുടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ദെൻ ആൻഡ് നെക്സ്റ്റ് കംസ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ ജസ്റ്റ് റഫ് ഫിഗറിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസി എവിടെ ഐഡന്റിഫൈ വേണ്ടി പറ്റും? ഇവിടെ ഈ ബംഗാളിന്റെ റീജിയനിൽ നമുക്ക് ഐഡന്റിഫൈ വേണ്ടി പറ്റും. ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദി ഇയർ 1757. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബംഗാളിന്റെ ബേസ് പറഞ്ഞ സമയത്ത് ബംഗാളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗാളിൽ ഒരു ഇൻഡിപെൻഡന്റ് റൂളറായിട്ട് ആദ്യം വരുന്നു? മുർഷിദ് കുലി ഖാൻ എന്ന് പറയുന്ന ആള് വരുന്നുണ്ട്. അദ്ദേഹം കുറെ കാലം നല്ല അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് വരുന്ന ആളാണ് ആര്? അലി വർദി ഖാൻ എന്നുള്ളത്. അലി വർദി ഖാൻ. അദ്ദേഹത്തിന് ശേഷം ഒന്നുകൂടി പവർഫുൾ ആയിട്ട് വരുന്ന ആളാണ് ആര്? സിറാജ് ദൗള. ഈ സിറാജ് ദൗളയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. അതിന് ഏതാനും ചില ജനറൽ കോസസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ജനറൽ കോസസിൽ പറയുന്നത് ഒന്ന്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബംഗാളിലെ ഭരണാധികാരികളായിട്ടുണ്ടായിരുന്ന നവാബുമാര് അവരുടെ ഒരു പോസ്റ്റ് കുറയുന്നത് പോലെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കമ്പനി അവിടെ പല പ്രദേശങ്ങളിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ കമ്പനി പതിയെ ബംഗാളിൽ അവരുടെ ആധിപത്യം ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. മോർ ഓവർ ട്രേഡിലും മറ്റും അവര് ഏതാനും ചില കള്ളക്കളികൾ കളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ കൊള്ള ലാഭം ഒഴിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തായിരുന്നു? അവിടുത്തെ ഭരണാധികാരികളായിട്ട് നവാബുമാർക്ക് എസ്പെഷ്യലി സിറാജ് ദൗളക്ക് വലിയ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഏതാനും ചില സംഭവം സംഭവിക്കുന്നുണ്ട്. ഇനി സിറാജ് ദൗള ഭരിക്കുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞ ജനറൽ ആയിട്ടുള്ള ഏതാനും ചില സംഭവങ്ങളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേച്ചർ. ഇനി ജനറൽ ആയിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജ് ദൗളയുടെ സമയത്ത് ഏതാനും ചില കോൺഫ്ലിക്റ്റുകളിൽ ഏർപ്പെടുന്നുണ്ട്, ചില പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഒന്ന്, കമ്പനിയുമായിട്ട് ഏതാനും ചില ഡിസഗ്രിമെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു പോക്ക് എന്നുള്ളത്. കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ട ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് ഫോർട്ടിഫൈഡ്. കൽക്കട്ടയിൽ ഫുള്ള് മിലിറ്ററി സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട് വിത്തൗട്ട് സീക്കിംഗ് ദ പെർമിഷൻ ഓഫ് നവാബ്. അപ്പൊ നോക്കിയേ, ഞാനാണ് ഇപ്പോ ഈ ഒരു നാട്ടിലെ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുക. ഞാൻ അറിയാതെ ഇവിടെ കുറെ ആൾക്കാർ പുറത്തുനിന്ന് അവരുടെ മിലിറ്ററി സെറ്റപ്പ് കൊണ്ടുവച്ച് എങ്ങനെ ഉണ്ടാവും എന്നതുപോലെ നവാബിന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനത്തെ സംഭവമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, മോർ ഓവർ ദിസ് കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ദാറ്റ് മിസ്യൂസ്ഡ് ദ ട്രേഡ് പ്രിവിലേജസ് ഓഫ് ദസ്തക് ഇൻ ദ ഇയർ 1717. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാറൂഖ് സിയാർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അപ്പൊ ഫാറൂഖ് സിയാറിന്റെ സമയത്താണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളില് ട്രേഡിന്റെ ഏതാനും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരായിരുന്നു ദസ്തക്. ആ ദസ്തക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടം ആകുമ്പോഴേക്കും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു 10-50 വർഷം ആകുമ്പോഴേക്കും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെതിരെ റിയാക്ഷൻ സിറാജ് ദൗളയുടെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. മോർ ഓവർ ദർ ഹാപ്പൻസ് വൺ ഇവന്റ്. ഒരു ഇവന്റ് ഈ സമയത്ത് നടക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവന്റ്, ഒന്ന് പഠിച്ചു വെച്ചോണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ബ്ലാക്ക് ഹോൾ ഇൻസിഡന്റ്. 1756. ദാറ്റ് ഈസ് ജസ്റ്റ് 1 ഇയർ ബിഫോർ ദ ഹാപ്പനിങ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1700 ഫോർട്ട് വില്യം എന്ന് പറയുന്ന ഒരു ഫോർട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്തുള്ള ഒരു റൂമിനെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ റൂമിനെ അടച്ചിട്ടിട്ട് ഫുൾ ലൈറ്റ് ഓഫ് ആക്കി ബ്ലാക്ക് ആയില്ലേ, അത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ഒരു ചെറിയ റൂമില് 146ഓളം വരുന്ന വൈറ്റ് പ്രിസണേഴ്സിനെ എന്ന് പറഞ്ഞാൽ വെള്ളക്കാരായിട്ടുള്ള ബ്രിട്ടീഷുകാരെ ജയിലിൽ അടക്കുന്നുണ്ട്. അതിൽ 123 ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഇരുണ്ട അറയിൽ അടച്ചിട്ടു എന്ന് പറയുന്ന ഒരു സംഭവമാണത് ബ്ലാക്ക് ഹോൾ ഇൻസിഡന്റ് ബൈ ഹും? സിറാജ് ദൗള. അപ്പൊ ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി റോബർട്ട് ക്ലൈവ് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ കഥയുടെ വാസ്തവം ശരിയല്ല. കാരണം വെച്ചാൽ ഹിസ്റ്റോറിക്കലി ഇതില് അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ കണ്ടംപററി ഹിസ്റ്റോറിയൻസ് ഒന്നും ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഇംഗ്ലീഷുകാര് മെനഞ്ഞെടുത്തൊരു കഥയായിട്ടൊക്കെയാണ് പറയുന്നത്. എനി ഹൗ ഇങ്ങനെ സംഭവം ബാറ്റിൽ ഓഫ് പ്ലാസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഈ സമയത്താണ് റോബർട്ട് ക്ലൈവ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രണ്ടാമത്തെ കർണാട്ടിക് യുദ്ധത്തിന്റെ സമയത്ത് റോബർട്ട് ക്ലൈവ് ആണ് വിജയിപ്പിക്കുന്നുള്ളത്. മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധത്തിൽ ക്ലൈവിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്താ? പൊതുവെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബംഗാളില് സിറാജ് ദൗളയുമായിട്ട് ഏതാനും ചില ടെമ്പററി പീസ് കരാറിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു റോബർട്ട് ക്ലൈവ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. ഇനിയിപ്പോ ഒരു സമാധാനമുണ്ട്. 1757 തുടക്ക സമയത്ത്, ഓക്കെ, ജൂൺ മാസത്തിലാണ് ഈ ഫൈറ്റ് നടക്കുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്.
അതിനു മുമ്പ് 1957 തുടക്കത്തിൽ ഒരു സമാധാനത്തിൽ നിന്ന് നിൽക്കുകയാണ്, ഒരു ട്രീറ്റി ഒക്കെ സൈൻ ചെയ്തിട്ട്. അപ്പൊ ഈ സമയത്ത് റോബർട്ട് ക്ലൈവ് ഏതാനും ചില ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. ദാറ്റ് ഈസ് ചതിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ചതിയിലൂടെ എങ്ങനെ വിജയിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സ് ബൈ റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ഏതാനും ചില ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സിറാജ് ദൗളയുടെ ഏറ്റവും വിശ്വസന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാം. അതിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആര്? മിർ ജാഫർ. പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. മിർ ജാഫർ എന്ന് പറയുന്ന സിറാജ് ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം കൈവശം വെക്കുന്നുണ്ട്. അതുപോലെ ബാങ്കർ ആയിട്ടുണ്ടായിരുന്ന ജഗത് സേത്, നവാബിന്റെ ട്രഷറി സൂക്ഷിപ്പനായ റായ് ദുർലഭ്, ഇവരൊക്കെ ഓൾറെഡി റോബർട്ട് ക്ലൈവ് വളരെ രഹസ്യമായിട്ട് കൂടി ചെന്ന് കാണുകയും എന്നിട്ട് അവര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരൊക്കെ വശീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോബർട്ട് ക്ലൈവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ വലിയധികം ബിൽഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹൂം? സിറാജ് ദൗളയുടെ മറ്റു മിലിറ്ററി കമാൻഡേഴ്സിന്റെ സഹായത്തോടു കൂടെ. അങ്ങനെ ഏകദേശം മാർച്ച് ഒക്കെ ആകുന്ന സമയത്ത് എന്ത് കാണാൻ വേണ്ടി പറ്റും? ബ്രിട്ടീഷുകാർ ചന്ദർ നാഗൂർ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുന്നുണ്ട്. ഈ ചന്ദർ നാഗൂർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരുടെ ബംഗാൾ സെറ്റിൽമെന്റ് ആയിരുന്നു. ഓക്കെ, അത് പിടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെ വാട്ട് വി ക്യാൻ സീ, ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രഞ്ചുകാര് ബംഗാളിലെ നവാബിന്റെ പ്രൊട്ടക്ഷനിലല്ല ഉണ്ടായിരുന്നത്. അതായത് നവാബിന്റെ രാജ്യമാണല്ലേ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഫ്രഞ്ചുകാരുടെ സെറ്റിൽമെന്റ് ഉണ്ട്. അത് നവാബിന്റെ പെർമിഷൻ അത് ഇംഗ്ലീഷുകാർ ചെയ്തോ, അവർ പോയി പിടിച്ചെടുത്തു. അപ്പൊ നവാബിന് വിലയില്ല എന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നവാബ് ഇനി രക്ഷയില്ല, എന്തായാലും യുദ്ധം ചെയ്തേ പറ്റൂ. Thus and there happened the Battle of Plassey on 23rd June 1757. അങ്ങനെ പരസ്പരം യുദ്ധം നടക്കാണ്. ഒരു ഭാഗത്താരുണ്ട്? റോബർട്ട് ക്ലൈവും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പുറത്താരുണ്ട്? സിറാജ് ദൗളയുണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചു വെക്കുക. അപ്പൊ റോബർട്ട് ക്ലൈവിന് സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ മിർ ജാഫർ ഉണ്ട്, ജഗത് സേത് ഉണ്ട്, റായ് ദുർലഭ് ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ വശീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി വാട്ട് വി ക്യാൻ സീ, യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആര് പരാജയപ്പെട്ടു? സിറാജ് ദൗള പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ തല അറക്കുന്നുണ്ട് ആ ഒരു യുദ്ധത്തിൽ. ഓക്കെ, അങ്ങനെ യുദ്ധം കഴിഞ്ഞല്ലോ. യുദ്ധം കഴിഞ്ഞ സമയത്തോ വാട്ട് വി ക്യാൻ സീ, യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായി ആരായിരുന്നു? മിർ ജാഫർ. ആ മിർ ജാഫറിനെ പിടിച്ചിട്ട് ബ്രിട്ടീഷുകാർ പുതിയ നവാബായിട്ട് അപ്പോയിന്റ് ചെയ്യും. അതായത് ഇനി ബംഗാളിൽ ഒരു നവാബ് ഉണ്ടെങ്കിൽ അതാരാണ്? മിർ ജാഫർ. മിർ ജാഫർ ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അലയാണ്, അല്ലെ, സുഹൃത്താണെന്നുള്ള ഒരു പോയിന്റിലൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. So what we can see, the replacement of Nawab Mir Jafar by his son-in-law Mir Qasim. അതായത് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബാറ്റിൽ ഓഫ് ബക്സാറിനെ കുറിച്ചാണ്. അത് 1864 നടക്കുന്നത്. കർണാടിക് വാറൊക്കെ കഴിഞ്ഞ ശേഷം ബംഗാളിനെ മുഴുവനായിട്ടും ബ്രിട്ടീഷുകാർ കൈവശം വെക്കുന്നത് ബാറ്റിൽ ഓഫ് ബക്സാറിലൂടെയാണ്. പ്ലാസിയിലൂടെ ഒരു ജസ്റ്റ് ഒരു കൺട്രോളെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ ബക്സാറിലൂടെ മുഴുവൻ കൺട്രോളും കൊണ്ടുവരുന്നുണ്ട്. ആ ബക്സാറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു മിർ ജാഫർ ആയിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ മിർ ജാഫറിനെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് എടുത്ത് മാറ്റുന്നുണ്ട്. 1860 കാണുന്ന സമയത്ത് മിർ ജാഫറിനെ മാറ്റിയിട്ട് മൂപ്പരുടെ സണ്ണിലോ ആയിട്ടുണ്ടായിരുന്ന മിർ ഖാസിമിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. മിർ ഖാസിം. അപ്പൊ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന കിങ്ങിന്റെ പേര് മിർ ഖാസിം എന്നാണ്. ബംഗാളി നവാബിന്റെ പേര് മിർ ഖാസിം എന്നാണ് പറയുന്നത്. മിർ ജാഫർ ആദ്യം സിറാജ് ദൗളയ്ക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി വരുന്ന ആളാണ്. പക്ഷെ മിർ ജാഫർ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കടം കൊടുക്കാനുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൂപ്പരെ പറഞ്ഞേക്കുന്നുണ്ട്. എന്നിട്ട് മിർ ഖാസിമിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ചില പ്രധാനപ്പെട്ട കോസുകൾ നോക്കാം. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ കോസസ് ആണ്. പൊളിറ്റിക്കൽ കോസസിൽ പറയുന്നത് ദ പൊളിറ്റിക്കൽ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുത്തെ രാജാക്കന്മാരെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മസിൽ പവർ, കുങ്ക് ഇതൊക്കെ കാണിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് അത്ര ഒരു ഷോ ഓഫ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിർ ഖാസിം എന്ത് ചെയ്തു? ഹി ട്രാൻസ്ഫേർഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം മുർഷിദാബാദ് ടു മോംഗേർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുർഷിദ് കുലിഖാന്റെ പേരിൽ മുർഷിദാബാദ് എന്ന് പറയുന്ന പ്രദേശമായിരുന്നു ബംഗാളിന്റെ ക്യാപിറ്റൽ എന്നുള്ളത്. അതിൽ നിന്നും ബീഹാറിലെ മോംഗേറിലോട്ട് അവർ ക്യാപിറ്റൽ മാറ്റുന്നുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ. ഓക്കെ, അപ്പൊ നോക്കി, മുർഷിദാബാദ് ആണ് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ആക്സസ് ഉള്ള പ്രദേശം. അതിൽ നിന്ന് മാറിക്കൊണ്ട് കുറെ ദൂരത്ത് മോംഗേറിൽ കൊണ്ടിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ബ്രിട്ടീഷുകാർ പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി പോകുന്നില്ല എന്ന അർത്ഥത്തിൽ. ഇനി എക്കണോമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന്, ഇദ്ദേഹം ഒരുപാട് ലാൻഡ് റവന്യൂക്ക് വേണ്ടി ഹാർഷ് മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയ ടാക്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ജന്മിമാർക്കെതിരെ സ്ട്രോങ് പോളിസി കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഈ നാട്ടിലെ ബംഗാളിലെ ഏറ്റവും വലിയ ഭൂപ്രഭുക്കന്മാരെ മുഴുവൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടീവായിട്ട്. അങ്ങനെ ഉണ്ടല്ലോ നാട്ടിലെ പ്രമാണിമാരെ പോയിട്ട് കൈവശപ്പെടുത്താന്നുള്ളത്. അപ്പൊ അവർക്കെതിരെ രാജാവ് പോളിസികൾ എടുത്തപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനത്തെ ഏതാനും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേസമയത്ത് കമ്പനിയോട് പറഞ്ഞു ടു സ്റ്റോപ്പ് ദ ഇല്ലീഗൽ ട്രേഡ്. അവര് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇല്ലീഗൽ ട്രേഡും കാര്യങ്ങളെല്ലാം നിർത്തലാക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്. Then finally happened some military course. അതായത് ഇദ്ദേഹം മിർ ഖാസിം he reorganized the troops on the European model.
അതായത് യൂറോപ്യൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ മിർ ഖാസിം ട്രഡീഷണൽ മോഡലിൽ നമ്മൾ മിലിറ്ററി അഡ്വാൻസ് ആയിട്ട് കാര്യമില്ല, നമുക്ക് യൂറോപ്യൻ മോഡൽ കൂടുതൽ ഡിസിപ്ലിനും കൂടുതൽ വെപ്പൺസും കൊടുക്കണം എന്നുള്ള ഒരു റീ ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആം ഫാക്ടറീസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പൊ ഇത് ബ്രിട്ടീഷുകാർക്ക് വലിയ ചുരുപ്പായി. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യാണ്, മിർ ഖാസിമും അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ അടുത്തൊരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തെ വിളിക്കുന്ന പേരാണ് 1764 ബക്സാർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ബക്സാർ യുദ്ധത്തിന്റെ കാരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ആ ബക്സാർ യുദ്ധം അങ്ങനെ സംഭവിച്ചു. ആ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ബക്സാർ യുദ്ധത്തിന്റെ റിസൾട്ട് കൂടെ പറയാം. ദാറ്റ് ഈസ് ദ ട്രീറ്റി ഓഫ് അലഹബാദ്, 1865 അലഹബാദ് ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദാറ്റ് ഹാപ്പൻ. ആ യുദ്ധം കഴിഞ്ഞിട്ടോ. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഒബ്വിയസ്ലി പരാജയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷുകാരെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വരുന്നത്. മിർ ഖാസിം പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ട്രീറ്റി സംഭവിക്കുന്നുണ്ട് ബിറ്റ്വീൻ ഷാ ആലം ടു ആൻഡ് റോബർട്ട് ക്ലൈവ്. ഓക്കെ, ഷാ ആലം ടു എന്ന് പറഞ്ഞാൽ ആരാണ്? മുഗൾ രാജാവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയാൽ മുഗൾ രാജാവുമായിട്ട് ട്രീറ്റി സംഘടിപ്പിക്കുന്നുണ്ട് റോബർട്ട് ക്ലൈവ്. എന്നിട്ട് ദാറ്റ് ഗ്രാൻഡഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ ദിവാനി റൈറ്റ് ഫ്രം ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. അതായത് ദിവാനി റൈറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ കളക്ടിംഗ് റൈറ്റ്. അതായത് ഇനി മുതൽ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുഗൾ രാജാവ് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഒരു ട്രീറ്റി വരുന്നത്. അതേസമയത്ത് കമ്പനിക്ക് അവരുടെ ആനുവൽ ട്രിബ്യൂട്ടായിട്ട് 26 ലക്ഷം രൂപ കൊടുക്കണം. എല്ലാ വർഷവും 24 ലക്ഷം രൂപ തരണം മുഗൾസ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ഇതൊക്കെ കാണിക്കണം എന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഖജനാവ് ഇങ്ങനെ വർദ്ധിക്കുകയാണെന്നും ഇന്ത്യയിലെ രാജവംശമായിട്ടുണ്ടായിരുന്ന മുഗൾ രാജവംശം ഇങ്ങനെ ചുരുങ്ങി പോവാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ ലേറ്റർ മുഗൾസ് പറഞ്ഞ സമയത്ത് കുറെ വീക്ക് റൂളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതിലോട്ടുള്ള ഒരു തെളിവാണത്. ദെൻ നവാബ് ഷുജാഉദ്ദൗളയുണ്ട് അവധിലെ. നമ്മൾ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് ദിസ് മാപ്പ്. ഇവിടെയാണ് നമ്മുടെ പ്ലാസിൻ ബക്സാർ നടക്കുന്നത്. ഇവിടെ തൊട്ടപ്പുറത്തുള്ള പ്രദേശമാണ് അവധ്. ദെൻ മുകളിൽ ഡൽഹി. അപ്പൊ ഡൽഹിയിൽ ആരുണ്ട്? മുഗൾ രാജാവ് പങ്കെടുക്കുന്നുണ്ട്. അവധിലെ ഷുജാദാൾ പങ്കെടുക്കുന്നുണ്ട്. അതായത് മുഗൾ രാജാവായിട്ടുണ്ടായിരുന്ന ഷാ ആലം സെക്കൻഡും അവധിലെ നവാബായിട്ടുണ്ടായിരുന്ന ഷുജാഉദ്ദൗള എന്ത് ചെയ്യുന്നുണ്ട്? ഈ മിർ ഖാസിമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധത്തിന് ശേഷം ഇവരുമായിട്ട് ട്രീറ്റി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 മില്യൺ റുപ്പീസ് ടു കമ്പനിക്ക് എന്ത് ചെയ്യണം? നവാബ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ നോക്കിയാലും ബംഗാളും അവധക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് പറയുന്നു അത് പറയുന്നത് കേൾക്കുന്ന വെറും പപ്പറ്റ് പാവകളായിട്ട് മാറിയിട്ടുള്ള പ്രദേശമായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് മൈസൂറിന്റെ ചരിത്രമാണ്. അതിൽ നമ്മൾ ഹൈദരലിയും ടിപ്പു സുൽത്താനും ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ച് പഠിക്കും. അതുപോലെ നമ്മൾ മറാത്ത സ്റ്റേറ്റിനെ കുറിച്ചും പഠിക്കും. മറാത്ത സ്റ്റേറ്റിൽ നമ്മൾ ശിവജി മുതൽക്ക് ആരംഭിക്കുന്നതാണ്. ഓക്കെ, ശിവജി മുതൽ ആംഗ്ലോ മറാത്ത വാർസ് അവസാനിക്കുന്നത് വരെ നമ്മൾ പറയും. ഓക്കെ, സോ ഈ 2 ടോപ്പിക് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.